എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളായ അമൃത വിദ്യാലയം എടപ്പള്ളിക്ക് അഭിമാനകരമായ നേട്ടം കൈവരിച്ച ഒരു മിടുക്കിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സോ ഓവർ ടു യു. ഹായ്, എൻ്റെ പേര് നിവേദ. ഞാൻ അമൃത വിദ്യാലയം എടപ്പള്ളിയിൽ 12th ഗ്രേഡ് സയൻസ് ബാച്ചിലാണ് പഠിക്കുന്നത്. സോ നിവേദിത, ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അല്ലേ? അതും ഈ ജൂൺ 15-ന്. സോ ആ ഒരു അച്ചീവ്മെന്റ് എന്തായിരുന്നു അത്? ഞാൻ പെരിയാർ റിവർ കൈയും കാലും പുറകെ കെട്ടിയിട്ട് നീന്തി കിടന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ വേറെ 22 ഗേൾസും കൂടെ ഉണ്ടായിരുന്നു. സോ പെരിയാർ റിവർ അതും കൈയും കാലും കെട്ടിയിട്ട് നീന്തി കിടന്നത്. സോ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സോ എനിക്ക് ആ ജേർണി ഒന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഇവന്റിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് ഈ ഇവന്റ് അറിഞ്ഞതും? കുറെ ഉണ്ടാവുമല്ലോ പ്രൊസീജിയേഴ്സ്, ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ ഒരു അപ്പോൾ ഈ ഇവന്റ് നടത്തിയത് ഞങ്ങളുടെ ക്ലബ്ബാണ്, VRSC റിവർ സ്വിമ്മിംഗ് ക്ലബ്ബ്. അത് നടത്തുന്നത് ഞങ്ങളുടെ സാറ് സജി സാറാണ്, ട്രെയിനർ. ദ മാൻ ബിഹൈൻഡ് യുവർ സക്സസ് അല്ലേ? യെസ്. അപ്പോൾ സാർ ഇങ്ങനെ കുറെ ഐഡിയാസ് പറയും. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര താല്പര്യമുണ്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ. സാർ ട്രിക്കൊക്കെ പറഞ്ഞു തരും അല്ലേ? കുറെ ട്രിക്സും എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറയും. അപ്പോൾ സാറ് കാരണമാണ് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സംഭവം തന്നെ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞത്. എന്തെങ്കിലും പറയാനുണ്ടോ സാറിന് ഈ ഒരു നിമിഷത്തില്? സാറിനെ ഞാൻ പരിചയപ്പെട്ടത് 2020-ലാണ്. അപ്പോൾ ആ സമയത്ത് ആലുവയിൽ ഒരു റിവർ സ്വിമ്മിങ് ക്ലബ്ബ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ പോയി നീന്തൽ പഠിച്ചാലോ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ ആദ്യമൊക്കെ അവിടെ ചെല്ലും. ആ അമ്പലത്തിൻ്റെ ആ ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ഒരു സാറുണ്ടായിരുന്നു, നല്ല പൊക്കവും നല്ല ശരീരവും ഒക്കെ ഉള്ള ഞങ്ങളുടെ സജി സാറുണ്ടായിരുന്നു. അപ്പോൾ സാറ് എക്സസൈസൊക്കെ ആദ്യം ചെയ്യിപ്പിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാറിനെ പരിചയപ്പെട്ടു. സാറിൻ്റെ പേരൊക്കെ ചോദിച്ചു. ഞങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങി. സാറ് എന്നെ ഇങ്ങോട്ട് വന്ന് കുറേ സംസാരിക്കും. എന്നിട്ട് പറയും, നീ നീന്തി കിടക്കണോട്ടാ. നമുക്ക് എന്താണ് സാറിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നീന്തൽ പഠിക്കണം. അപ്പോൾ സാർ ഇപ്പോൾ 15-16 വർഷമായി ഫ്രീ ആയിട്ട് സ്വിമ്മിങ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് അപകടം ഉണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ പേര് മരിച്ചുപോയി, പിള്ളേരും മുതിർന്നവരും ഒക്കെ. അപ്പോൾ ഇത് സാറിന് ഭയങ്കര സങ്കടമായി. അപ്പോൾ സാറ് ആദ്യം തന്നെ സാറിൻ്റെ മക്കളെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ തുടങ്ങി കുറേ ആൾക്കാരെ പഠിപ്പിച്ചു. ഇപ്പം സാറൊരു 15,000-ഓളം ആൾക്കാരെ ഫ്രീ ആയിട്ട് നീന്തൽ പഠിപ്പിച്ചു. ഫസ്റ്റ് ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ സ്കൂൾ, ഐ മീൻ പ്രിൻസിപ്പളിന്റെ ആയാലും ക്ലാസ് ടീച്ചറിന്റെ ആയാലും ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ ഉള്ള ഒരു റെസ്പോൺസും അതൊക്കെ എങ്ങനെയായിരുന്നു? ആക്ച്വലി ഈ കൈയും കാലും കെട്ടിയുള്ള നീന്തൽ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്യാനുണ്ടായിരുന്നു, 2024. പക്ഷെ എന്താണ് റെഡ് അലേർട്ട് ഒക്കെ വന്നു, സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ പെർമിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ വർഷം ആ ഓപ്പർച്യൂണിറ്റി പിന്നെയും ഞങ്ങളുടെ സാറ് തന്നപ്പോൾ സ്കൂളിനോട് ചോദിച്ചു. അപ്പോൾ പ്രിൻസിപ്പൽ മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങളുടെ മാം മനോരഞ്ജനി മാം പറഞ്ഞു, ഇത് പൊക്കോ, ഇതൊക്കെ എന്തായാലും എല്ലാവരും നേടിയെടുക്കണ്ടേ, ഈ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും കിട്ടൂല. അപ്പം അതിൻ്റെ ഇതിൽ പ്രിൻസിപ്പൽ മാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെയാണ് ഈ നീന്തലുടെ ടൈമിങ് 5:30 to 9:30. അപ്പോൾ സ്കൂളിൽ വരുമ്പോഴത്തേക്കും കുറച്ച് വൈകും, ഫസ്റ്റ് പീരീഡ് കഴിയും. അപ്പോൾ ഇതിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലേറ്റായി വരാനുള്ള അനുവാദം തന്നു. പിന്നെ ഞാൻ മിസ് ചെയ്യുന്ന ക്ലാസ്സസ് ഒക്കെ ഞങ്ങളുടെ ടീച്ചർമാരൊക്കെ അതെനിക്ക് പറഞ്ഞു തന്നു. പിന്നീട് ഞാൻ വരുമ്പോൾ അവരെനിക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞു തരുമൊക്കെ ചെയ്യും. സോ എനിക്ക് തോന്നുന്നു അതും +2 ആണ്, അക്കാഡമിക് അത്ര ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. സോ ദ സ്കൂളിന്റെ സപ്പോർട്ട് ഭയങ്കര അധികം അല്ലേ, ഒരുപാട്. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഒരു സ്റ്റാർ ആണോ ക്ലാസ്സിൽ ഇപ്പോൾ? എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ പണ്ടത്തെ കൂട്ടുകാരി ദേവിക എന്ന് പറഞ്ഞ കൂട്ടുകാരിയുണ്ട്. അവൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവളായിരുന്നു ഇത് കഴിഞ്ഞ വർഷം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഈ സ്കൂള് സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ എന്ന് അറിയാത്തതിനാൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ വർഷം അവളായിരുന്നു, നീ ഇത് ഈ പ്രാവശ്യം ചെയ്യൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനും അയ്യോ വേണോ, ഈ വർഷം എങ്ങാനും സ്കൂൾ പെർമിഷൻ തന്നില്ലെങ്കിലോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ സ്കൂളും സപ്പോർട്ട്, ഫ്രണ്ട്സും സപ്പോർട്ട്, ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും അതെ. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവർക്കും വരണം എന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷെ മഴ അതൊക്കെ കാരണം കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ല. സോ ഹൂസ് ദ ബെസ്റ്റ് സപ്പോർട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? മൈ ഫാദർ. കഴിഞ്ഞ വർഷമാണ് സാറ് തന്നെ സ്പെഷ്യൽ കാറ്റഗറിയിൽ കയ്യും കാലും കെട്ടി നീന്തിച്ചായിരുന്നു. അത് 750 മീറ്ററാണ് നീന്തിയത്. 16 പെൺകുട്ടികൾ നീന്തി കടന്നായിരുന്നു. അപ്പോൾ ഈ വർഷം എൻ്റെ മോൾക്ക് നീന്തണമെന്ന്, കഴിഞ്ഞ വർഷം മോള് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല.
അപ്പോൾ ഈ വർഷം അത് തീർച്ചയായിട്ടും നടത്തണം എന്നുള്ള ഒരു ഭയങ്കര ഉറക്കത്തിൽ പോലും ഭയങ്കര ഇതായിരുന്നു, നമുക്ക് നീന്തണം, കൈയും കാലും കെട്ടി. അപ്പോൾ അത് ഈ വർഷം സാധിച്ചു. അതിൽ ക്രെഡിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യക്ക്, അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൾക്ക് അസുഖങ്ങളുണ്ട്, എന്നാലും അവളുടെ ആഗ്രഹം, പിന്നെ ഇവളുടെ ടീച്ചർമാരുടെ ആഗ്രഹം, അതിനേക്കാൾ ഉപരി ഇവളുടെ കൂട്ടുകാരി ദേവു, ബാക്കി ഫ്രണ്ട്സ്, അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് ഈ ജൂൺ 30 സഫലീകരിച്ചത്. ഇത് ഇങ്ങനത്തെ സ്പെഷ്യൽ ഇത് ചെയ്യണതിൻ്റെ ഇവർക്ക് ഈ പെൺകുട്ടികൾക്ക് ഒരു ഗുണം കിട്ടണമെന്ന് പറഞ്ഞാൽ, ഇവർക്കിപ്പോൾ ഇത്രയും ഈ 15 മെയ് 15 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ നീന്തൽ തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വേനൽ മഴയൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഒഴുക്ക് വരും. ഈ ഒഴുക്കിൽ ഈ പെൺകുട്ടികൾ കൈയും കാലം കെട്ടി നീന്തുമ്പോൾ അവർക്ക് പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു പവറാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു മനോബലം. ഇപ്പം എൻ്റെ മകൾക്കാണെങ്കിലും ശരിക്കും ഇത് പലതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കണ ഒരു ഇതായിരുന്നു. ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഉറക്കത്തിൻ്റെ ഇതൊക്കെ തട്ടി വിളിപ്പിച്ച് എണീച്ച് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് തിരിച്ചു പോരണ്ട, മനസ്സിലായേ? അപ്പോൾ ഈ പല പ്രതിസന്ധികളും നമ്മൾ ഇതുപോലെ തരണം ചെയ്ത് പോകാനായിട്ട് ഇവർക്ക് പറ്റി. ഇവിടെ അവിടെ കൂട്ടുണ്ട്. അപ്പോൾ എന്തിലെങ്കിലും വന്നാൽ ഇവർക്ക് എന്ന് വെച്ചാൽ ഒഴുക്കിൽ ഈ കൈയും കാലും കെട്ടി നീന്തുക എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെയിനല്ല, ആദ്യം സ്ട്രെയിൻ ആയിരിക്കും. ചിലപ്പോൾ കാലൊക്കെ ഇങ്ങനെ പൊട്ടും. അതൊക്കെ നമ്മൾ ഒരു ബാൻഡ് ഇതൊക്കെ ചുറ്റി ഇതാക്കി പിന്നെ ഈ ബാൻഡൊക്കെ മാറ്റി വെറുതെ ഒരു വള്ളി മാത്രം ചേർത്ത് കെട്ടി കാലിങ്ങനെ ചേർത്ത് വെക്കും, കൈ പുറകിൽ ചേർത്ത് കെട്ടും. അപ്പം അതിൽ ഇവർ ആ ഒരു ഋതത്തിൽ ഇതിന് വെള്ളത്തിനെതിരെ നീന്തി ഇവർ ശക്തിയാണ്. പിന്നെ ഇവർക്കിപ്പോൾ ആദ്യം ഇവർ ശരിക്കും പറഞ്ഞാൽ 4 കിലോമീറ്റർ നീന്താനുള്ള ഒരു പവർ ഇവർക്ക് ആയിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്രയും ഇത് ചെയ്യുമ്പോൾ അവർക്കൊരു പെൺകുട്ടികളുടേതായ ഒരു ബലഹീനതയെന്ന് തോന്നാണ്ട് ഇവർക്ക് അതിൽ മുന്നേറാനും ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രതിസന്ധികളെ ഓവർകം ചെയ്ത് മുന്നേറാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഇതിലൂടെ അവർക്ക് കിട്ടും. ഇപ്പൊ തന്നെ നമുക്കത് പല കാര്യങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴല്ല അത് ഓവർകം ചെയ്ത് അതിൽ ബലം കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും എൻ്റെ മോള് ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്നതാണ്. Now I have Indu Sajeev ma'am with me. So ma'am, can you just share the moments you both had together during the swimming? Yeah, during actually I was a class teacher when she was in 10th, and during that time also in between she used to go for this type of competitions. That time also she won so many prizes. So we are extremely happy with her performance, not only in this swimming, also in class also, even though she is going for this type of competitions, but she never missed any of the exams. She was very dedicated, and all the works on time she used to complete. So we all are proud on her now. Yeah, she was both good in both academics. Yeah, academic and non-academic, equally good. So behavior wise also we don't have any issue. Regularly whenever she is going for any such events, she used to inform, or the parents used to call us, and our support was there, and she is very much hardworking in this academics also. Okay, so I'm sure that you're really proud. Yeah, really, we all are. Yes, okay ma'am. As we all know, 10th is a main stream of each and every child. So the 10th and the swimming lesson, how did you remember any moment when she struggled to? No, actually, truly speaking, once she sent me one picture. Before that, I was not even aware of it. Means she used to go for these classes on regular basis, I think, but we were not aware of it. And she sent one photo in that she got some prize and all. That time only I came to know, because I never feel like that she is missing. She never missed any of the classes. She is regular on all these exams and all. So it's really, I think, how she managed it, I don't know. But she never troubled us like today I will be on leave, or I am not writing this exam and that. Everything she is doing on time only, and we never experienced any such difficulty that she is missing the classes. Okay, I think the biggest support is her teachers and the school only. Okay, without your support she can't do, because when we miss the academic, we can in more times teachers used to scold, why are you doing in 10th standard and all. By hearing from her, I understand that the support the students, or the principal ma'am, the teachers have given her is
actually it's appreciable, ma'am, because without you she can't do this. Okay, so anything more about the student you have to say? No, we all are feeling very proud, and ma'am's support is always there for all the activities, not only academics, curricular activities also she's supporting. And regarding Nivedita, like we never feel like that she's missing the classes, or we have to scold her like, now you are in 12th or now you are in 10th, you have to focus more on your studies. She is managing both these things. And I hope that you can say that the student I teach is reaching her levels, or she is achieving many things. Okay? Yes, in future also we are expecting that she will achieve more, more than this whatever she achieved till now. So, and she is hardworking. That's why she can able to manage both the things simultaneously. Niveda, you're so happy that your teacher is saying not good about you. Okay. No, she is really good. I'm not simply praising. She is No, really ma'am, good. this is the biggest or the most rememberable moment. The teacher is praising you, or the teacher is standing beside you and saying, I'll always remember this. so I think a good bond between teacher and student. And can you, do you want to say something to your teacher for your support? And She has always been one of my favorite teacher. So about her, in 10th grade, social science was like one of my weaker subjects. Okay. She teaches social. Okay. She taught social for me. So it was in 9th and all, I used to score below average. Okay. So when I came to 10th, she was my class teacher, and she kept saying that you should score A1 in social science. You can score 100 sentimental. Okay. So teachers' encouragement actually uplifted my yeah, okay. As your father said, you're from international school and you have feel somewhat difficult in. it was difficult for me because the language. I came Yeah. here and we had to learn Malayalam and Sanskrit. Okay. Over here we had to learn Malayalam or Sanskrit, so Malayalam was a bit hard for me to learn because I couldn't read or write Malayalam that much. So over here I came and I took Sanskrit. That teacher left. She taught me from the basic and all, but then when I came to 9th, I had the option to choose Hindi, so I chose that. But Hindi was easier for me than Sanskrit because I used to understand what it was. So because of that, So coming to social science, okay. sorry. Okay, it's okay. So because of her, Okay, I think I scored good marks in social science. okay, ma'am. You're really proud as a social. She's simply praising. but I used to tell her that not only in social, in all the subjects she used to score A1. And anyway, I'm really happy that she achieved all these proud things. teacher and a proud proud. student, Really feeling proud on her. And in the future also, we are wishing you a very good luck for the future also. എൻ്റെ കൂടെ ഒരാളോട് ഉണ്ട് ഇന്ന്. ഹായ് മഞ്ജു മാം, വെൽക്കം. സോ മഞ്ജു മാം, എന്ന് തൊട്ട് നമ്മൾ നിവേദിതനെ അറിയാം? നിവേദിത 7th സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ട് അറിയാം. ക്ലാസ് ടീച്ചർ അല്ല, സയൻസ് ടീച്ചർ ആയിരുന്നു. ഓക്കെ, 7th സ്റ്റാൻഡേർഡ് തൊട്ട് നമുക്ക് നിവേദിതനെ മാമിനെ അറിയാം. ആ 7th സ്റ്റാൻഡേർഡിലെ കുട്ടി ഇന്ന് +2 ആയി. അപ്പം പെരിയാർ റിവർ അതും കൈയും കാലും കെട്ടി നീന്തി കടന്നിരിക്കുന്ന അച്ചീവ്മെന്റ് ആണ്. എപ്പോഴെങ്കിലും വിചാരിച്ചു ആ 7th ഒരു കൊച്ചു ഇത്ര വലിയ അച്ചീവ്മെന്റ് നടത്തുമെന്ന്? 7th ആൾക്ക് സ്വിമ്മിങ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് കഴിഞ്ഞ് 10th ആയപ്പോഴത്തേക്കും ആൾ അതിലേക്ക് വന്നു. സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ സ്വിമ്മിങ്ങും പ്രോപ്പറായിട്ട് കൊണ്ടുപോയി. അറിയായിരുന്നു അവൾ ചെയ്യും എന്താണെങ്കിലും. അവളൊരു കാര്യം വിചാരിച്ചാൽ അത് ചെയ്തിട്ടേ ഇരിക്കാറുള്ളൂ. സോ സപ്പോർട്ടീവ്. ഓക്കെ മാം, 10th മാം ക്ലാസ് ടീച്ചർ ഓർ സയൻസ് ടീച്ചർ ആയിരുന്നു. ഓക്കെ, 10th എന്ന് പറയുന്നത് മിക്കവർക്കും ഒരു എന്താ പറയുക മെയിൻ പോയിന്റ് ആണ്, ഒരു ബാരിയർ ആണ്. ആ ടൈമിൽ അക്കാഡമിക്കില് എന്തെങ്കിലും ഒരു ഉഴപ്പുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അവള് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്തിരുന്നു. പിന്നെ സപ്പോർട്ടീവ്. ഇപ്പം മാം ഫിസിക്സ് ടീച്ചർ, ഫിസിക്സ് ഇപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ്സിൽ? നന്നായി ചെയ്യുന്നുണ്ട്. അപ്പം മാം ഇപ്പം ക്ലാസ് ഒക്കെ മിസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം സ്വിമ്മിങ്ങിന് പോലെ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക? അവള് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കി. ഡൗട്ടാണ്, എപ്പോഴും ഡൗട്ട്. എന്തെങ്കിലും മെമ്മറി ഉണ്ടോ നിങ്ങൾ തമ്മിൽ? ഐ മീൻ ഭയങ്കരമായിട്ട് ഓർത്ത് ചിരിക്കുന്ന എന്തെങ്കിലും ഒക്കെ? അല്ലെങ്കിൽ എനിക്കുണ്ട്. ഓക്കെ, ലൈക്ക് 10th സമയത്ത് ഞങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ്സസ് വെക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വൈകിട്ട് കുറച്ച് എക്സ്ട്രാ ക്ലാസ്സസ്, അപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് ക്ലാസ് വെക്കുന്നു. ആ ഒരു ഫീൽ, കുറച്ച് ഫ്രണ്ട്സ്, എക്സ്ട്രാ ടീച്ചർ കുറേ നല്ലോണം പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെന്റ്, ആ ഡേയ്സ് എനിക്ക് നല്ല മെമ്മറബിൾ ആണ് ടീച്ചറായിട്ട്. ടീച്ചർ ഓർമ്മയുണ്ടോ? എന്താ തോന്നുന്നത്? സ്വന്തം ക്ലാസ്സിലാണ് ഇപ്പം. അപ്പം
ആ ഒരു ഫസ്റ്റ് ന്യൂസ് കേട്ടപ്പോ ഒരു ഒരുപാട് സന്തോഷം തോന്നി. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാനിരിക്കുകയാണെന്നുള്ളത്. ന്യൂസ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എങ്ങനെയാണ് ഇത്രയും സപ്പോർട്ടീവ് ആയ ടീച്ചേഴ്സ്? യു ആർ ലക്കി അല്ലേ ശരിക്കും? ആക്ച്വലി റിയലി ലക്കി. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടൊരു സ്കൂള്, ടീച്ചേഴ്സ്, പാരന്റ്സ് പാരന്റ്സ്, ഫ്രണ്ട്സ്, ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞേ. എങ്ങനെയാണ് യു ആർ ഡ്രീമിങ് ഓർ വാട്ട്? ഇങ്ങനെ എനിക്കിത് റിയൽ ആണോ ഭയങ്കര സറിയലായിട്ടാണ് തോന്നിയത്. എങ്ങാനും ഉറങ്ങണയാണോ, എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് എങ്ങാനും ഞാൻ എണീറ്റിട്ട് ഇതൊക്കെ സ്വപ്നമാണോ. ബട്ട് ആക്ച്വലി ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം റിയൽ ആണ്, ഞാൻ അച്ചീവ് ചെയ്തതാണ്, എൻ്റെ ഫ്രണ്ട്സ് അച്ചീവ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാനും ഭയങ്കര പ്രൗഡാണ്. ഈ ഒരു മൈൽ സ്റ്റോൺ എനിക്ക് എത്തിയതിന് വളരെ സന്തോഷം. മാമിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ സ്വിമ്മിങ്ങിന് പോകും, അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈയും കാലും കെട്ടിയിട്ടാ പോണേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നിവേദി? ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും അവൾ ചെയ്യുന്ന അറിയായിരുന്നു. കോൺഫിഡൻസ്. താങ്ക് യു മാം. സോ നിവേദിത, ഫസ്റ്റ് ടൈം വെള്ളത്തിൽ ഇറങ്ങി ഓർമ്മയുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം വെള്ളത്തിൽ ഇറങ്ങിയത് സ്വിമ്മിങ്ങിന് വേണ്ടി. എനിക്കൊന്ന് LKG സ്കൂളിലോട്ട് പോയപ്പോൾ അവിടെ ഒരു പൂൾ ഉണ്ടായിരുന്നു, കിഡ്സ് പൂൾ. അപ്പോൾ അവിടെ സ്കൂൾ കാണാൻ വേണ്ടി അവരെന്നെ പൂളിലോട്ട് കയറ്റി, അങ്ങനെ കാണിച്ചു. ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെള്ളത്തിൽ പോകണം, നീന്തണം. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നിട്ട് അവിടെ തന്നെ നീന്താൻ തുടങ്ങി. അങ്ങനെയായിരുന്നു സ്കൂളിൽ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈം വെള്ളത്തിൽ ഇറങ്ങുന്നത്. സോ വെള്ളത്തിന് പേടി ഉണ്ടായിരുന്നു ആദ്യ ടൈമിലൊക്കെ, ഫസ്റ്റ് ടൈമിലൊക്കെ? വെള്ളത്തിൽ ആഴമുള്ള സ്ഥലത്തോട്ട് പോകുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൂളിൽ നീന്തി ആ ഒരു പേടി മാറിയായിരുന്നു. പക്ഷെ റിവേഴ്സ് സ്വിമ്മിങ്ങിലോട്ട് സ്വിച്ച് ആയപ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. നല്ല ആഴമുണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു അതൊരു വേറെ ലോകമാണ്. ആൻസൈറ്റി ഒക്കെ ഉണ്ടാവില്ലേ? എങ്ങാനും മുങ്ങിപ്പോവോ, എങ്ങാനും നീന്താൻ പറ്റിയില്ലെങ്കിലോ, ഇങ്ങനെ കുറേ പേടിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ നീന്താൻ പോയി മനസ്സിലായി ഇത് എന്തെങ്കിലും പേടിയോ ഭയമോ എന്തെങ്കിലും വെച്ച് നിന്നാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റൂല. നമ്മൾ വിചാരിച്ചാലും നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു ഗോൾ വെച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ എങ്ങും എത്തത്തില്ല. അതിനാൽ ക്യാൻ യു ജസ്റ്റ് ഷെയർ എ മൊമെന്റ്? അതായത് ആ മൊമെന്റ് എന്ന് വെച്ചാൽ ഐ ക്യാൻ ഡു, സ്വിമ്മിങ് ആണ് എൻ്റെ അല്ല, ഐ മീൻ സ്വിമ്മിങ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, സ്വിമ്മിങ് ആണ് എൻ്റെ ഒരു എന്താ പറയുന്നത് എയിം എന്നൊക്കെ തോന്നിയൊരു മൊമെന്റ് ഓർമ്മയുണ്ടോ? അങ്ങനെ തോന്നിയ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്രോസിങ്ങിന്റെ സമയമായപ്പോഴത്തേക്കും, അതിനു മുമ്പ് എനിക്ക് നീന്താൻ പറ്റിയില്ലെങ്കിലോ, എങ്ങാനും മുങ്ങിപ്പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളൊരു തോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീന്തി ഈ തോട്ട്സ് ഒക്കെ വാനിഷായി. ബിക്കോസ് നമ്മളും ആ റിവറും കൂടെ കണക്ട് ആയ പോലെയാ ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായത് ഇങ്ങനെ മാറി വന്നു. Can you just tell about the confidence level? ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ ബൂസ്റ്റപ്പ് ആയി? കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലബിന്റെ തന്നെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇത് കോവിഡിന്റെ ഒക്കെ സമയമായിരുന്നു ഞാൻ അവിടെ ആദ്യം പോയപ്പോൾ. സോ ഭയങ്കര ഐസൊലേറ്റഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ പുതിയ ആൾക്കാരെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു. ഞാൻ ഭയങ്കര പുതിയൊരു ലോകം, വേറൊരു ലോകം. അപ്പൊ അങ്ങനെ സംസാരിച്ച് വേറെ ആൾക്കാരോടും മിങ്കിൾ ചെയ്യാനുള്ളൊരു കഴിവ് കുറച്ചൊക്കെ വന്നു. ഇപ്പോഴും ലേണിംഗ് ആണ്, ഓരോ കാര്യം അവിടെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ഉണ്ടായിരുന്നു സ്പീക്കിങ്ങിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് ഈ ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, കഴിവുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തും ചെയ്യാന്നുള്ളൊരിത്, കൈയും കാലും കെട്ടി നീന്തി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയും കാലും വെച്ചുള്ള നീന്തലുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി. എന്താണെന്ന് വെച്ചാൽ ഇപ്പം കൈയും കാലും ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൈയും കാലും വെച്ച് നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റും, നമ്മുടെ മാക്സിമം ലെവൽ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് സ്വിമ്മിങ്ങിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലിമിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു ബോഡി തന്നെ നമുക്കുണ്ട്, ഒരു മനോബലം, ഒരു സ്ട്രെങ്ത് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തോ അതൊന്നുമല്ല കാര്യം, നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ശക്തി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ, സ്കൂള്, അമ്മ, എല്ലാവരും, പാരൻസ്, സാറ് എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ കാരണം മാത്രമാണ് എനിക്ക് ഇത്ര എത്താൻ സാധിച്ചത്. ഓക്കെ, ജസ്റ്റ് ടെൽ മീ എ പോയിന്റ്. ട്രെയിനർ അല്ലെങ്കിൽ നിവേദിതയുടെ സാറ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഏതെങ്കിലും ഒരു പോയിന്റ് ഓർമ്മയുണ്ടോ സാറ് പറയുന്നത്
നിവേദ യു ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ നിവേദ നിന്നോട് പറ്റും, സാറിന് ട്രിക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ? സാറ് കുറേ ട്രിക്സ് ഒക്കെ പറയാറുണ്ട്. നീന്തുമ്പോഴും ഓരോ കോമഡി, ഓരോ കഥകൾ. എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ അവിടെ ഒരു 5:30 ആകുമ്പോൾ എത്തും. എന്നിട്ട് സാറ് എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കും, മൈക്കിൽ സംസാരിക്കും, ഓരോ കഥകളും. എപ്പോഴും സാറ് ഒരു കാക്കി ഉണ്ണിയപ്പോൾ അങ്ങനെയൊക്കെ കുറേ കഥ ഉണ്ടാക്കി പറയും. അപ്പോൾ ആ ഒരു കഥകൾ പറയുന്നതിലും നമുക്ക് സാറായിട്ടും കണക്റ്റ് ആവും. സാറിനോട് പോകുമ്പോൾ സാറിനോട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് സാറിന് നമുക്കറിയാം. അപ്പോൾ നിവേദ എങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്തോ, എങ്ങനെ ഉണ്ടായിരുന്നു, കൈയും കാലും കെട്ടി നീന്തണേനാണെങ്കിലും സാർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. സാറ് നോക്കി നിൽക്കും. അപ്പോൾ പറയാം, ഓ നല്ലോണം ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്തോ, അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് സാറ്. അപ്പോൾ എനിക്ക് പറയാന്ന് വെച്ചാൽ സാറിനൊരു വ്യക്തി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് തോന്നണില്ല ഇത്രയും പേര് നീന്തൽ പഠിക്കും. സാർ ഓൾമോസ്റ്റ് ഒരു 15,000 ആൾക്കാരെക്കാളും ഫുള്ള് നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതും ഫ്രീ ആയിട്ട്. അപ്പോൾ സാറ് നല്ലൊരു എന്താണ്, എനിക്ക് എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പേഴ്സൺ ആണ് സാറ്. അപ്പോൾ സാറിൻ്റെ ഒരു എൻകറേജ്മെൻറ്റും ഇതുപോലെ ഡിറ്റർമിനേഷൻ ഓഫ് കോഴ്സ് അല്ലേ, ഇതുപോലത്തെ ഒരു എന്താണ് ഓപ്ഷൻ, ഇതുപോലെ ഒരു സ്വിമ്മിങ് നമുക്ക് എങ്ങും വേറെ എവിടെയും കിട്ടൂല. അപ്പോൾ സാർ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നതിന് വളരെ താങ്ക്സ് ഉണ്ട്. ഓക്കെ. അതുപോലെ ഇപ്പം സ്വിമ്മിങ്ങിനാണെങ്കിൽ തന്നെ ഫിസിക്കലി ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും, മെന്റലി ഉണ്ടാവും. അപ്പം ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവാൻ വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ എക്സസൈസസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലബിൽ തന്നെ എല്ലാ ദിവസവും രാവിലെ വരുമ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യും, കുറച്ച് വാമപ്പ്. അപ്പോൾ നമ്മൾ തന്നെ അതല്ലാണ്ട് ചെയ്യും. സാറ് പറയും വീട്ടിൽ ചെന്നിട്ട് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഇങ്ങനെ ചെയ്യണം, കൈയൊക്കെ ഇങ്ങനെ എടുക്കണം, അങ്ങനെയൊക്കെ എപ്പോഴും പറയും. അപ്പോൾ അതുപോലെ കുറേ പേര് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്ത് അവരുടെയും ഒരു എന്താണ് വിൽ പവർ കൊണ്ടാണ് ഇങ്ങനെ മിക്കവരും ക്രോസ് ചെയ്തത്. ഈ മെന്റൽ സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നു മിക്ക സ്പോർട്സ് ഐറ്റംസ് ആയാലും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫെഡപ്പ് ആയിട്ട് എനിക്കിനി വയ്യ, പറ്റില്ല, അങ്ങനെ ഒരു ടൈമൊക്കെ വന്നിട്ടുണ്ടോ? ആ ടൈം വന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നീന്തി ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണ് ബാഡ്ജസ് ഒക്കെ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഗ്രീൻ ബാഡ്ജ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഓറഞ്ചിലോട്ട് വന്നപ്പോൾ അത് ഓറഞ്ച് കിട്ടണമെങ്കിൽ നല്ലോണം നീന്തണമായിരുന്നു. ലൈക്ക് ഒരു ടൈം പീരീഡ് തന്നിട്ട് ആ ഒരു ടൈം പീരീഡിൽ 2 കിലോമീറ്റർ നീന്തി വരാ, അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലൈക്ക് അയ്യോ മടുത്തു, നിർത്തിയാലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ആ തോന്നലൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് നീന്തിയോണ്ട് എനിക്കത് കിട്ടി. എനിക്ക് ഓറഞ്ച് റിബൺ കിട്ടി. അതും ഇനി എനിക്ക് ആ ഡിസ്റ്റൻസിനേക്കാളും കൂടുതൽ പോകാനുള്ളൊരു എന്താണ് ഇതുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു പേടിയൊക്കെ എനിക്ക് മാറിക്കിട്ടി. സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? സോ നിവേദിത, ഇപ്പൊ എനിക്ക് ആഗ്രഹമാണ് നീന്തൽ പഠിക്കുക, അതുപോലെ ആരെങ്കിലും വരുവാണ് നിവേദിത എന്നെ നീന്തൽ പഠിപ്പിക്കുക, സോ ഫസ്റ്റ് അവരോട് എന്തായിരിക്കും ഒരു സജഷൻ പറഞ്ഞത്? എന്തായിരിക്കും ഞാൻ എല്ലാവരോടും പറയാന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലബിലോട്ട് പോവാ. ഞങ്ങൾ നവംബർ തൊട്ട് മെയ് 31 വരെ എല്ലാവർക്കും നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ സാറ് സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിക്കും. അപ്പോൾ എല്ലാവരും ആലുവ ദേശംകടയിലോട്ട് വരും. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. നേരത്തെ അച്ഛൻ പറഞ്ഞായിരുന്നു ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്. കാരണം രാവിലെ എന്തുകൊണ്ടാണ് ഈ സെഷൻസ് ഒക്കെ വെക്കുന്നത്? രാവിലെ ഒരു ടൈം, രാവിലെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്ന സമയമല്ലേ. അതുകൊണ്ട് അപ്പോൾ രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ അത് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ ലേറ്റ് ആയിട്ട് എണീറ്റ് പോവായിരുന്നെങ്കിൽ നമുക്ക് എക്സ്ട്രാ സമയം ലാഭിക്കാം. അതുപോലെ ഒരു കിടന്ന് ഉറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പൊ ആ ഒരു കുറച്ചൊരു 1 or 2 hour ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് വേറെ കുറെ നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വരാ, ഇത് പഠിക്കുക. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി കുറച്ചൊക്കെ സാക്രിഫൈസ് നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ എണീപ്പിച്ച് കൊണ്ടുപോയത് അതിനെനിക്ക് നല്ല താങ്ക്സ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എന്നെ എണീപ്പിച്ച് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നണില്ല അതെ എനിക്ക് വെള്ളത്തിനോട് പേടിയായിരിക്കും. എങ്ങാനും പ്രളയം എന്തെങ്കിലും ഒക്കെ ഡിസാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാം, പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്, കഴിവുമുണ്ട്. ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് യൂട്ടിലൈസ് ചെയ്തു. നിവേദിത, വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം? എൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് വേമ്പനാട് കായൽ നീന്തി കിടക്കണം. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ചാനലും നീന്തി കിടക്കണം നല്ല ആഗ്രഹം. ഓക്കെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ഇതിൽ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ടോ? സ്പെഷ്യൽ ട്രെയിനിങ് ഇതിനായിട്ട് എടുക്കുന്നത് ഞങ്ങളുടെ ക്ലബിൽ തന്നെ ഉണ്ട് ട്രെയിനിങ്. സാർ ഇങ്ങനെ 1 hour നീന്തിക്കും, 2 hour കണ്ടിന്യൂസ്ലി നീന്തല്. അവിടെ കുറെ പ്രാക്ടീസസ് ഉണ്ട്. അതിന്റെ കൂടെ എല്ലാ സുരക്ഷയൊക്കെ ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സുരക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്താണ് പ്രിക്കോഷൻസ് യു ടേക്ക്? അപ്പോൾ ഞങ്ങളുടെ അവിടെ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ
കുറേ കയാക്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 6 or 7 കയാക്സ് ഞങ്ങൾ തന്നെ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കയാക്സിൽ കുറേ ആൾക്കാർ ഉണ്ടാവും. പിന്നെ നീന്തി കടന്ന സീനിയേഴ്സ് അവരും ട്യൂബൊക്കെ പിടിച്ച് നിൽപ്പുണ്ടാവും. പിന്നെ മെഡിക്കൽ ടീം ഉണ്ട് അവിടെ, പിന്നെ ആംബുലൻസ് എല്ലാം ഉണ്ട് അവിടെ. എല്ലാം ഇപ്പം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള സ്പോട്ടിൽ സ്പോട്ട് എല്ലാവരും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ഈ ഇവന്റിന് വേണ്ടി സ്പെഷ്യൽ ട്രെയിനിങ്, കാരണം ഇത് നോർമൽ സ്വിമ്മിങ് അല്ല, കാരണം നമ്മുടെ ഹാൻഡ്സും ലെഗ്സ് ഒക്കെ ടൈ അപ്പ് ചെയ്തിട്ടാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട്? ഞങ്ങളുടെ നോർമൽ സ്വിമ്മിങ് കഴിഞ്ഞിട്ട് സാറ് കുറച്ച് വൈകിട്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ സാർ എല്ലാവരുടെയും കൈയും കാലും കെട്ടും. എന്നിട്ട് എന്താണ് ഞങ്ങൾ ബ്രീത്ത് ചെയ്യേണ്ട എങ്ങനെയാ, ഇതെങ്ങനെയാ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ കാണിച്ചു തരും. പക്ഷെ ഇത് കാണിച്ചു തന്നിട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ ഒരു റിതം ഉണ്ടാക്കാൻ. ഒരു കൺട്രോൾ ബോഡി. അപ്പോൾ നമ്മൾ തന്നെ ഇത് ആദ്യം ഒരു ചെറിയ സ്ഥലത്ത് കുറേ സേഫ്റ്റിക്കുള്ള ആൾക്കാർ നിൽക്കും. എന്നിട്ട് അധികം ആഴമില്ലാത്ത സ്ഥലത്താണ് ആദ്യം ചുറ്റിക്കണേ. അപ്പോൾ അങ്ങനെ ആദ്യം സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആഴമുള്ളടത്ത് പിന്നെ ടൈം ലിമിറ്റ് വെക്കും. ടൈം ഇപ്പോൾ 1 hour നിന്നവര് ഇനി നാളെ തൊട്ട് ചെയ്യാം. ആ ടൈം ലിമിറ്റ് ഇല്ലാത്തവർക്ക് പറ്റില്ല എന്ന് അറിയാം. അപ്പോൾ അവരെ പരമാവധി അത് ഫുള്ളും ചെയ്യാനുള്ളൊരു അവർ ശ്രമിക്കും. പക്ഷെ അത് പറ്റിയില്ലെങ്കിൽ മാറ്റും. അപ്പോൾ 1 hour 2 hour അത്രയും നേരം കൈയും കാലും കെട്ടി നീന്തി പ്രാക്ടീസ് ആയവരെയാണ് ഇതിനിറക്കുന്നത്. So now I have Dr. Manoranjini ma'am. Hi. Welcome. So the principal of this school. So ma'am, tell me about your student Nivedita. Okay. And she is very loving and hardworking student. Okay. And it is her passion that she need to be there in the swimming. We are supporting, her for achieving, the highest level in that particular area. Without you or the school support, she can't do this, because academic means the 12th standard is one of the prime time. Okay. Yes. So without yes. academic, we can do nothing. In this prime time also, the school, you and the teachers are supporting her. Yeah. First of all, it's really appreciable. Okay, ma'am. So tell me something like, how do you know about her swimming lessons or the swimming classes she is going? Yeah, she only told us, the parent told us, and the first period usually she is coming bit late only. Okay. And then they said, and she is practicing this one, and we really appreciated her for that, and even we are supporting her. So we are giving the lessons, and first hour whatever the period they have, and we are giving her the subject again if she is missing something, and we support her. Okay. No, because this is something very different, a very special talent which she has. So surely we need to encourage. Each person is different. So Nivedita is such a person, and she is very much interested in this particular area. So it's our duty to support her. That's all. So Nivedita, just tell me about the support the principal ma'am is giving you. So as I told earlier, principal ഈ സ്കൂൾ മൊത്തം സ്കൂൾ നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ അപ്പോൾ ഈ കാര്യം വന്ന ആദ്യം പ്രിൻസിപ്പൽ മാമിനോട് പറഞ്ഞപ്പോൾ മാം പറഞ്ഞു, ഇതുപോലത്തെയൊക്കെ കാര്യം നമുക്ക് എന്തായാലും ചെയ്യണ്ടേ, ഇതിൽ മാറി നിൽക്കരുത്, അപ്പോൾ ഇതെന്തായാലും പൊക്കോന്ന് മാം പെർമിഷനൊക്കെ തന്നു. അപ്പോൾ മാമും അതെ ടീച്ചേഴ്സും അതെ എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ലേറ്റായിട്ട് വരുമ്പോൾ ടീച്ചർമാർ എനിക്ക് ഞാൻ മിസ്സായ ടോപ്പിക്സ് ഒക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു. ഓക്കെ. ഒരുപാട് സന്തോഷമല്ലേ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീനെ കിട്ടിയത്. ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ മാമിനോട് ഈ ഒരു മൊമെന്റിൽ? മാമിനോട് എൻ്റെ ഹാർട്ട്ലി താങ്ക്സ്. താങ്ക് യു മാം. സോ മാം മാമിനോട് പറഞ്ഞായിരിക്കുമല്ലോ എന്തായാലും മാം ഞാൻ ഇതുപോലെ മത്സരത്തിന് ഇവന്റിന് പോവുകയാണ്. സോ ദ ഫസ്റ്റ് തോട്ട് ദാറ്റ് കേം ടു യുവർ മൈൻഡ്? I was feeling so proud. Okay. I was having complete confidence in her. I knew that she will achieve. Okay. So 100% confidence I had. Even whenever she was feeling little bit upset, I used to tell her, don't get upset. Okay, surely you can achieve it. You have the potential. I was having 100% confidence in her. So ma'am, apart from her, there will be many other students. Yes. So Yes. how's their? Yeah, that's what. And we see that each child has different abilities. So it is our duty to encourage them in their abilities, in their capacities and capabilities. And there we are supporting them. So we have one child and who attended Prerana of our India government. And the child brought laurels to the school. And one child, I think, who won from Kerala.
That is, Hari Govind from our school. Okay. So, and our support is completely there with all those, kind of things. And wherever the child is having the potential, surely we will support the child. Okay. Nivedita is also such a special child having lot of, capabilities, capacities in this particular area. And her wish, I think, to become pilot. Pilot, okay. So let her achieve that. Okay. Okay, you want to become a pilot. Yeah. That's her wish. Any inspiration, or you just want to? So being a pilot has always been my dream since I was 3 years old, because my father used to work in Oman, Muscat. So he used to go there by the plane, and he used to buy me small airplanes. Okay. And that was the first, I think, moment that I grew to love planes. And from 4th grade onwards, my whole wish became to become a pilot. Okay. So till now, I still have that dream of becoming a pilot. Okay. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. ആൻഡ് നിവേദിത പൈലറ്റും ആവട്ടെ, നല്ലൊരു സ്വിമ്മറും ആവട്ടെ, ഒരുപാട് അച്ചീവ്മെന്റ്സ് ഇനി അല്ലേ മാം? ഒരുപാട്. She is very adventurous, actually. Yes. So surely we need to support her, and she has that confidence and that willpower. Courage Also. she has. Yeah, that willpower she has. She has the potential. At times she get down. So there we all are there with her. Okay. And then surely she will come up very easily. Okay, the courageous girl. Yeah, very courageous, very adventurous girl, actually. We are really proud of her. Okay, Nivedita, what do you have to say? The principal ma'am, say how confident she is saying. I don't think I could have achieved this without their support. Yeah. Without my family support, without sir's support, without the school support. I don't think I'll be anywhere near those. So thank you, ma'am. Thank you, Nivedita. So what do you have to say to the other children who is going to watch these episodes and all? Yeah, So, this is actually, this particular achievement. Yeah. Other children must also see that, and they need to think about their specialities, and they need to come forward. So that we are focusing that area also with other children. So we are there with them always, and let them make mistakes, and that is natural. They need to make mistakes also, and then surely they will be able to achieve, in their particular, ability, or even that area. Yeah. So that is my confidence. So there we are there with the children always. Nivedita, what do you have to say? To everyone who's watching this, please learn how to swim, because about 60,000 people in India die drowning. So these are preventable accidents. So learning to swim is one of the important things you have to do in your life. So I encourage everyone who wishes to learn swimming and to go and swim. And thanks ആരോടൊക്കെ പറയാനുണ്ട് this moment? I want to thank everyone who has supported me, especially my parents, my father, my mother, my grandparents, my uncle, our sir, Saji sir, and the school, our principal ma'am, and all my teachers and my friends. Everyone has been supportive. Thank you. First of all, we need to express our gratitude towards, our God, actually, Mother Amrudanandamayi Devi, Okay, and her grace is there always with her, and only because of that, and she could achieve it. Yes. Thanks to ma'am. Okay. Thank Okay, you. madam. Thank you. Okay. Thank you. Thank you, ma'am. Okay. Thank you.